ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളത് 38ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ് 38. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 37ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ശരാശരിയെ കുറിച്ചാണ് പഠിച്ചത്. ആ ശരാശരിയെ തുടർന്നുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ശരാശരിയിൽ നമ്മൾ പറയുന്നത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക, തുടർച്ചയായ ആദ്യത്തെ എണ്ണൽ സംഖ്യ 50 എണ്ണൽ സംഖ്യകളുടെ തുക നോക്കാം. 50 എണ്ണൽ സംഖ്യകളുടെ തുക എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ പറയുന്നത്. അപ്പം തുടർച്ചയായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ട്. n/n+1/2 n×n+1/2 n×n+1/2. ഇവിടെ n എന്ന് പറയുന്നത് 50 ആണ്. എന്നതാണ് 50 ആണ്. അപ്പം ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകൾ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യ നമുക്കറിയാം 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ തുടർന്നാണ് എണ്ണൽ സംഖ്യ. അപ്പൊ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 1 തൊട്ട് 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്ന ഒരു സമവാക്യം, അത് n സംഖ്യയുടെ തുക എന്താണ് നമ്മൾ എഴുതിയ സമവാക്യം. ആദ്യത്തെ 1 മുതൽ 2, 3, 4 തുടങ്ങിയ n എണ്ണൽ സംഖ്യകളുടെ തുക, തുടർച്ചയായ n എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്ന സമവാക്യമാണ് n×n+1/2. അപ്പോൾ 50 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ എന്നിന്റെ വില 50 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 × 50+1/2 50 × 50+1 51/2. ഇപ്പോൾ ശ്രദ്ധിച്ചേ, n എണ്ണൽ സംഖ്യകളുടെ തുക എന്നാണ് നമ്മൾ പറഞ്ഞത്. 50 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ 50 × തൊട്ടടുത്ത 51/2. അപ്പൊ 100 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? 100 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 100 × 101/2. മനസ്സിലാവുന്നതായിരിക്കുന്നു. 25 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 25 × 26/2. അപ്പോൾ n എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. ഇതാണ് നമ്മുടെ സമവാക്യം. അപ്പം 50 × 50 × 50 അധികം 1/2. അപ്പൊ 50 × 51/2 എത്ര കിട്ടും നോക്കാം. 50നെ 2 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25. അപ്പൊ 25 × 51. അപ്പൊ 25 × 51 എന്ന് പറയുമ്പോൾ നമുക്ക് 51നെ 25 കൊണ്ട് ഗുണിക്കുക. 1 5 5 5 5 25. 1 2 2 5 2 10 5 5 2 7 2 1 12 75. ഇതാണ് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പം ഈ 50 എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ശരാശരി എന്ന് പറയുന്നത്, അപ്പോൾ ശരാശരി 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി സമം 12/75/50. ഇവിടെ നമ്മൾ പിന്നെ 12/75 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 12/75 50 എന്ന് പറയുന്നത് 12/75/50 എന്ന് പറയുമ്പോൾ 12/75 നമ്മൾ എന്ത് ചെയ്യണം? 50 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ശരാശരി. അപ്പൊ നമുക്ക് നോക്കാം, വെട്ടിക്രിയ നോക്കാം. നമുക്കിവിടെ 5 കൊണ്ട് വെട്ടാം. ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നതുകൊണ്ട് ഇവിടെ 0 വന്നതുകൊണ്ട് 2 സംഖ്യ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 5 5 50. ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോൾ 5 2 10 27 5 5 25 2 5 25 5 5 25. വീണ്ടും നമുക്ക് 5 കൊണ്ട് വെട്ടാം. 5 2 10 5 5 25 1 5 5. അപ്പൊ 51/2. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, 51/2 ആണ് നമുക്ക് ഫൈനൽ ആൻസർ വന്നത്.
ഈ 51/2 നമ്മൾ ഭാഗിക്കുമ്പോൾ നമുക്ക് വേറെ ആൻസർ കിട്ടും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ 51/2 നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ നോക്കിയാൽ n×n+1/2 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തുടർച്ചയായ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. 50 സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ 51/2 ഇതൊക്കെ ചെയ്താൽ മതി. അപ്പോ തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 101/2. അടുത്തത് തുടർച്ചയായ 25 സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 26/2. അപ്പോൾ എത്ര സംഖ്യയാണോ തരുന്നത്? 200 സംഖ്യകളുടെ തുടർച്ചയായ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 201/2. അപ്പോൾ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം ഏതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോക്കാം അതെന്താണെന്ന്. അപ്പോൾ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ n+1/2 ഇതെന്താണ്? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. മറന്നു പോകരുത്. 1, 2, 3, 4 എന്ന് തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ 50 സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ 25 സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ 100 സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായ എണ്ണൽ സംഖ്യ, ആദ്യത്തെ എണ്ണൽ സംഖ്യ, ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സമവാക്യം എന്താണ്? n+1/2. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണോ പറയുന്നത്? 50 സംഖ്യയുടെ ആണെങ്കിൽ അതാണ് 50. n = 100. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ ശരാശരി, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ ശരാശരി, അതുപോലെ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി, ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യയുടെ ശരാശരി, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ ശരാശരി. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? n+1/2. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഓരോന്നിനെ നമുക്ക് നോക്കാം. ഈ സമവാക്യം നമ്മൾ ഉപയോഗിച്ചാൽ n+1/2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 11/2. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 51/2. അതാണ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത്. അടുത്ത ആദ്യത്തെ 100 സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 101/2. അടുത്തത് ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 1001/2. ഇതെല്ലാം എന്താണ്? n+1/2. എത്ര എണ്ണൽ സംഖ്യകളാണോ പറഞ്ഞിരിക്കുന്നത് ആ എണ്ണൽ സംഖ്യയുടെ ആ എണ്ണത്തിനോട് നമ്മൾ എന്ത് ചെയ്യണം? 1 കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ശരാശരി കിട്ടും. അപ്പോൾ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ഇതാണ് 51/2. 51നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുക. 2, 2, 4, 1, 11, 5, 2, 10, 1, ഒരു 0 കൊടുത്ത് 5, 2, 10 പൊളിച്ച്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25.5. അപ്പൊ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 25.5. അപ്പൊ നമ്മുടെ ടിപ്സ് എന്താണ്? എളുപ്പം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? n+1/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി സമം എന്താണ്? n+1/2 എന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരിയുടെ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.